ഡോക്ടർ നുസ്രത് ജഹാൻ, അതുതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ആദ്യമായി കശ്മീരി ജനത തെരുവിലിറങ്ങുന്ന കാഴ്ച നാം കണ്ടു. പണ്ട് കല്ലുകളുമായി സൈന്യത്തെ നേരിട്ടിരുന്ന ആ കശ്മീരി ജനതയല്ല നമ്മൾ ഇന്ന് കണ്ടത്. പകരം പാകിസ്ഥാൻ മൂർദാബാദ് എന്ന് വിളിക്കുന്ന, പാകിസ്ഥാന്റെ കോലവും പതാകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഒരു ജനത. അതുമാത്രമല്ല, വിനോദസഞ്ചാരികൾക്ക് വന്ന ഈ ദുഃഖത്തിൽ തങ്ങൾ മാപ്പ് ചോദിക്കുന്നു. തങ്ങളുടെ ജീവിതമാർഗം അടയ്ക്കാനാണ് ആ ഭീകരവാദികൾ ശ്രമിച്ചത് എന്നുറക്കെ വിളിച്ചു പറയുന്ന ആ കശ്മീരി ജനത. അവരുടെ ഇച്ഛാശക്തി പോലും നമ്മുടെ ഈ കേരളത്തിലെ നേതാക്കൾക്കില്ലല്ലോ എന്നുള്ളതാണ്. അതെ, നമ്മുടെ കേരളത്തിലെ ഒപ്പോസിഷൻ ലീഡേഴ്സ് ലൈക്ക് VD സതീശൻ, MA ബേബി, മുസ്ലിം ലീഗ്, ഇവരോടൊക്കെ നമ്മൾക്ക് പുച്ഛം മാത്രമേ ഈ ലോകത്തിന് പറയാനുള്ളൂ, നമ്മൾക്ക് മാത്രമല്ല. കാരണം ദേ ആർ ദ പീപ്പിൾ ഹു ടുക്ക് ദ ഡെവിൾസ് ഡീഡ്. മോഹൻലാലിന്റെ നമ്മുടെ എമ്പുരാൻ ഡയലോഗ് തന്നെ എടുക്കാം നമുക്ക്. കാരണം നമ്മൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ 370 ആർട്ടിക്കിളിനെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ അത് അറിയാത്ത കുറെ പേരുണ്ടാവും, പുതിയ ജനറേഷൻ. വി ഹാവ് ടു കീപ് ഓൺ ടെല്ലിങ്. എന്തിനായിരുന്നു കശ്മീരിന് ഒരു പദവി? ഒരു രാജ്യത്തെ ഒരു സ്റ്റേറ്റിന് മാത്രം പ്രത്യേക പദവി, അവിടെ ഇങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല. പാസ്പോർട്ട് വേണ്ടി ഒരു കാലം ഉണ്ടായിരുന്നു കശ്മീരിലേക്ക് പോവാൻ. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് RSSന് എന്ത് പങ്ക് എന്ന് ചോദിക്കുന്ന ഇവന്മാരോട് നമുക്ക് ചോദിക്കാം. ഈ ഭാഷയിലല്ല ഇവരോടൊന്നും മറുപടി ചോദിക്കണ്ടേ. ഈ പറയണ കേരളത്തിലെ ജിഹാദികളോട് നമുക്ക് ചോദിക്കാനുള്ളത്. നെഹ്റു മന്ത്രിസഭയിലെ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായ ശ്യാമപ്രസാദ് മുഖർജി എന്തിനായിരുന്നു അന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഹിന്ദു ജനസംഘ് ആ ഒരു മഹാസഭ ക്രിയേറ്റ് ചെയ്തതു? അദ്ദേഹം പാകിസ്ഥാനിലേക്ക് ഞാൻ പോവും, കാരണം അത് എന്റെ രാഷ്ട്രത്തിലെ ഒരു സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നെഹ്റു അദ്ദേഹത്തിന് ബോർഡറിൽ വെച്ച് അറസ്റ്റ് ആക്കിയതു. ഇതൊന്നും ഭാരതം മറന്നിട്ടില്ല. ഭാരതത്തിലും ഇതൊക്കെ സത്യങ്ങൾ അറിയാവുന്ന എത്രയോ മുസ്ലിങ്ങളും എത്രയോ ഭാരതീയരും ലോകത്തിന്റെ നാനാഭാഗത്തും ഭാരതീയരോട് സ്നേഹവും കടപ്പാടുമുള്ള എത്രയോ പേരുണ്ട്. അപ്പൊ അന്ന് ശ്യാമപ്രസാദ് മുഖർജിയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഹാർട്ട് പേഷ്യന്റ് ആയി അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കാത്ത നെഹ്റുവിന്റെ ബാക്കിയാണ് VD സതീശനൊക്കെ. അവർക്കൊക്കെ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലില്ല. അപ്പൊ ഈ മോദിയാണ് അവരുടെ എല്ലാം ശത്രു. ഒരു രാജ്യം ഒറ്റിക്കൊടുക്കുകയാണ് അവരിരുന്നത്. കേണൽ രാജീവ് മണാലി, ഇവിടെ ഭാരതം ശക്തമായ നയതന്ത്ര തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞു. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിൻ്റെ പ്രവർത്തനം നിർത്തിയേക്കും, അവിടെയുള്ള ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിന്ധു നദീജല കരാർ റദ്ദാക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യ പടിയെന്നോണം നയതന്ത്ര തലത്തിൽ ഭാരതം ഒരു നീക്കം നടത്തി തുടങ്ങി. എന്തായാലും ഭാരതം ഇതിനെ അങ്ങേയറ്റം ഗൗരവതരമായി കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു മറുപടി ഭാരതം നൽകും. പക്ഷേ എപ്പോൾ, എങ്ങനെ, ഏതു രീതിയിൽ, എവിടെയൊക്കെ എന്നുള്ളത് ഇനി വരും കാലങ്ങളിൽ നമുക്ക് കാണാം. ഓരോ ഭാരതീയനും അതുതന്നെയല്ലേ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും അത് ഒരു സാധാരണക്കാരൻ്റെ, ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ്റെ ഒരു ആഗ്രഹം, ഒരു ആവേശം ആയി മാറിയിരിക്കുകയാണ് ഈ തരുണത്തിൽ. ഒന്ന്, എല്ലാ മേഖലകളിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇമ്മീഡിയറ്റായിട്ട്. അത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ലൊരു തുടക്കം തന്നെയാണത്. പിന്നെ ഞാൻ വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, 1948 നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയ, പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയാതെ പോയ കാശ്മീരിൻ്റെ ഏകീകരണം അതിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. POKയിലെ ജനങ്ങളെയും കൂടെ ഇതിൽ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അവരെ എന്ത് വില കൊടുത്തും അവർക്ക് എല്ലാ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരെ മുൻപന്തിയിൽ നിർത്തിക്കൊണ്ട് കാശ്മീർ ഏകീകരണം എന്നുള്ള ആ സ്വപ്നം ഇപ്പോൾ സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബലൂചിസ്ഥാനിലും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം ഇനി ലോകത്തിൻ്റെ മുന്നിൽ ഉണ്ടാകാതിരിക്കാനുള്ള പരിപാടികളും കൂടെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് സമയമായിരിക്കുന്നു. അതാവട്ടെ നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ശരി.